ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇവിടെ ഇപ്പോൾ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം, അത് പ്രത്യക്ഷത്തിൽ അങ്ങനെയല്ല എന്ന് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഗൃഹസന്ദർശനം എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതെങ്കിൽ പോലും ഇതൊരു തെരഞ്ഞെടുപ്പ് ഒരുക്കമാണ് എന്നത് ആർക്കും ബോധ്യമാകുന്നതാണ്. അത്തരമൊരു ഒരുക്കം ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നടത്തുന്നു. ഇവിടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള വിവാദ വിഷയങ്ങൾ, അതിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള തെറ്റിദ്ധാരണ മാറ്റാനുള്ള തരത്തിലുള്ള ചർച്ചകൾ നടത്തി ജനങ്ങളുമായുള്ള അകലം കുറച്ച് അവരെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ CPM ശ്രമിക്കുകയാണ്. അവിടെ മതം ഒരു വിഷയമായി വരുന്നു, മതനിരപേക്ഷത ഒരു വിഷയമായി വരുമ്പോൾ AK ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞ പരാമർശങ്ങൾ, അതിനോട് CPM സ്വീകരിച്ച ഒരു നിലപാട്, ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ഒറ്റയ്ക്ക് നേരിടാനാകില്ല ഫാസിസ്റ്റുകളെ അല്ലെങ്കിൽ തീവ്രവാദ സംഘത്തെ എന്ന് പറയുകയാണ്. അപ്പോൾ അത് തമ്മിൽ എങ്ങനെയാണ് യോജിച്ചു പോവുക? ആ ഒരു വിഷയത്തിൽ ഒരു ഇരട്ടത്താപ്പ് CPM-നെ സംബന്ധിച്ചുണ്ടോ? ഇപ്പോൾ ഷുക്കൂർ ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിനെ അടച്ചെതിർക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ കൂടി അവർ സ്വീകരിക്കുന്ന നിലപാട് അത് രണ്ട് തരത്തിലുള്ളതായി പോകുന്നുണ്ടോ? അല്ല, CPM ഇവിടെ കാലാകാലങ്ങളായിട്ട് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ, ഈ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ തന്നെ അവർക്ക് ഓരോ തെരഞ്ഞെടുപ്പിലും പല നിലപാടുകളാണ്. അത് ചില തെരഞ്ഞെടുപ്പുകളിൽ, ഇപ്പൊ കഴിഞ്ഞ തവണത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കാര്യം നോക്കിയാൽ അവർ ഒരേ സമയം ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളും സമാഹരിക്കാനുള്ള ശ്രമം നടത്തി. രണ്ടുപേരും ശത്രുപക്ഷത്ത് നിർത്തി, രണ്ടുപേരെയും എന്നാൽ അവരുടെ രണ്ടുപേരുടെയും വോട്ടുകൾ വാങ്ങുക എന്നുള്ള ഒരു കൃത്യമായ തന്ത്രം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ CPM-ന് അത് നേടിയെടുക്കാൻ കഴിഞ്ഞു. അതിന് മുൻപത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഓർമ്മയുണ്ട്, അന്ന് LDF കൺവീനറായിരുന്ന ആക്ടിംഗ് സെക്രട്ടറി കൂടിയായിരുന്ന വിജയരാഘവൻ പറഞ്ഞ കാര്യം, അതായത് ഹസനും കുഞ്ഞാലിക്കുട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറും കൂടിക്കാഴ്ച നടത്തി, ഇനിയിപ്പോൾ എല്ലാം ഭയങ്കര പ്രശ്നമാകാൻ പോവുകയാണ് എന്ന തരത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളും മുസ്ലിം വോട്ടുകളെ ഒരു തമ്മിലടുപ്പിച്ച് വോട്ട് വാങ്ങിക്കുക എന്നുള്ള ഒരു പരിശ്രമം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ മലബാർ ഭാഗത്തെല്ലാം പത്രങ്ങളിൽ പരസ്യം കൊടുത്തത് CAA, NRC ആ വിഷയത്തെ ഊന്നിയായിരുന്നു. തിരുവിതാംകൂർ ഭാഗത്ത് മറ്റ് പരസ്യങ്ങളായിരുന്നു. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഓരോ തരത്തിൽ കേറ്റർ ചെയ്ത് ഓരോ ജനസമൂഹത്തെ എങ്ങനെ സ്വാധീനിക്കാം എന്ന തരത്തിൽ ആ പരീക്ഷണങ്ങൾ അവർ പണ്ട് തൊട്ടേ നടത്തുന്നതാണ്. ഇപ്പോഴൊന്നും ചെയ്യുന്ന കാര്യമല്ല. 87-ൽ തത്വാധിഷ്ഠിത രാഷ്ട്രീയം എന്നതിന് പേര് കൊടുത്തു. പക്ഷെ അതൊരു ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതിനു മുൻപ് നിലയ്ക്കൽ സമരം നടന്നു. നിലയ്ക്കൽ സമരത്തിൽ ഉണ്ടായ ചില സാമുദായിക പ്രശ്നങ്ങൾ, പിന്നീട് ഷറിയത്ത് വിഷയത്തിലുണ്ടായ ചില വിഷയങ്ങൾ, ആ സമൂഹത്തിലുണ്ടായ ആ ഫിഷറുകളെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെ എല്ലാം മുതലെടുത്തുകൊണ്ട് ഒരു ഭൂരിപക്ഷ ഏകീകരണത്തിന് ശ്രമിച്ച് വിജയിച്ച 87-ലെ തെരഞ്ഞെടുപ്പ് നമുക്ക് മുന്നിലുണ്ട്. അങ്ങനെ CPM അത് 4 വർഷം കഴിഞ്ഞിട്ട് പ്ലേറ്റ് തിരിച്ചു. 91 ആയപ്പോഴത്തേക്കും സദ്ദാം ഹുസൈന്റെ പേര് പറഞ്ഞ് സാഹചര്യം അപ്പോഴത്തേക്കും മാറി. അപ്പൊ ഓരോ തെരഞ്ഞെടുപ്പിലും CPM ഇങ്ങനെ ഓരോരോ അവർക്ക് അതിനുള്ള മെഷീനറി ഉണ്ട്. ഇപ്പൊ അവർക്കൊരു അജണ്ട ഉണ്ടാവും, അവരൊരു അജണ്ട നിശ്ചയിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് സമൂഹത്തെ ഏത് തരത്തിൽ വോട്ട് തട്ടാം എന്നാണ് അവരുടെ ഒരു എപ്പോഴും ഉള്ള ഒരു സമീപനം. അത് അവർക്ക് ഈ പുറമേ നിന്ന് അവര് ഈ മതനിരപേക്ഷതയും അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളും ഒക്കെ അവർ പറയുമെങ്കിലും അവർ പലപ്പോഴും സമൂഹത്തിൽ അവരുടെ ഇടപെടലുകൾ പലപ്പോഴും ആ തരത്തിലുള്ളത് ആകാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇപ്പൊ BJP ഒക്കെ എങ്ങനെയെന്ന് വെച്ചാൽ പച്ചയ്ക്ക് വർഗീയത പറയും. പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാൽ അത് കേരളത്തിൽ ചിലവാകില്ല. കേരളത്തിൽ ചിലവാകണമെങ്കിൽ അത് വളരെ മൃദുവായ രീതിയിൽ ഇതുപോലെയുള്ള വർഗീയത അഴിച്ചുവിടണം. എന്നാൽ മാത്രമേ അത് കേരളത്തിൽ അത് വോട്ടായി മാറുകയുള്ളൂ. BJPക്ക് ഇപ്പോഴും ആ ഒരു തന്ത്രം മനസ്സിലായിട്ടില്ല. അപ്പൊ CPM ഇത് കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് പലപ്പോഴും അവർക്ക് സംവിധാനമില്ല, അവർക്കൊരു മെഷീനറി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പലപ്പോഴും അവരുടെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കാനോ അല്ലെങ്കിൽ അവർക്ക് മൃദു AK ആന്റണി പറഞ്ഞതിനെ പോലും കൃത്യമായിട്ട് ഒന്ന് ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കോൺഗ്രസിനായിട്ടില്ല. CPM അതുപോലും മുതലെടുക്കുകയാണ് ചെയ്തത്. ഇവിടെ MP ഗോവിന്ദൻ മാഷ് അതിനെ തന്നെ ആടിനെ പട്ടിയാക്കുന്ന വിധം AK ആന്റണി പറഞ്ഞത് മൃദു ഹിന്ദുത്വ സമീപനമാണ് എന്ന തരത്തിലൊക്കെ വ്യാഖ്യാനം അഴിച്ചുവിട്ടു. അത് ഇവിടുത്തെ പത്രങ്ങൾ ഉൾപ്പെടെ പലപ്പോഴും അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ അത് അതേപോലെ റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ CPM-ന് മെഷീനറി ഉണ്ട്. CPM-ന് ഓരോ തെരഞ്ഞെടുപ്പിലും
എന്താണ്, അവരാണ് ജനങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. അവർക്കറിയാം എന്താണ് ഇപ്പോഴത്തെ പൾസ്. ആ പൾസിനനുസരിച്ച് അവർ കാര്യങ്ങൾ നീക്കും. അപ്പോ അവർക്ക് ആ ഒരു തരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പിലും എന്താണ് എടുക്കേണ്ട ഒരു നിലപാടെന്ന് അവർക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ ഒരു കുറച്ചു കാലത്തെ സാഹചര്യം നോക്കിയാൽ അവർക്ക് മലനാടുകളിൽ ബഫർ സോണിന്റെ വിഷയം, ഇടനാടുകളിൽ സിൽവർ ലൈനിന്റെ വിഷയം, മഞ്ഞക്കുറ്റി വിഷയം, ഇപ്പോ അല്ലെങ്കിൽ തീരമേഖലയിൽ വിഴിഞ്ഞം പോലെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ കേരളത്തിലെ എല്ലാ ഒരു നാനാ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് എല്ലായിടത്തും CPM അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് എങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെ ഈ വോട്ടുകൾ അവർക്ക് പരമാവധി സമാഹരിക്കാം എന്നുള്ളതിന്റെ ഒരു പരീക്ഷണം, ഒരു ഗവേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ പരീക്ഷണ ഘട്ടത്തിലാണ് ഇപ്പോൾ. എന്തായാലും അതൊരു പരീക്ഷണ ഘട്ടമാണ് എന്ന് താങ്കൾ വിശദീകരിക്കുന്നുണ്ട്.